ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 മാർച്ചിൽ നടത്തിയ +2 സോഷ്യോളജിയുടെ ആൻസർ കീ അതിലെ ഒന്നാം ഭാഗം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 1 സ്കോർ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സോഷ്യോളജി ക്യാൻ ഹെൽപ്പ് യു ടു മാപ്പ് ലിങ്ക് ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾ ആൻഡ് സോഷ്യൽ ഇഷ്യൂ. ഹൂ സ്റ്റേറ്റഡ് ദിസ്? വ്യക്തിഗത പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം അത് ബന്ധിപ്പിക്കുന്നതിന് സാമൂഹ്യശാസ്ത്രം നിങ്ങളെ സഹായിക്കും. ഇങ്ങനെയുള്ള പ്രസ്താവന ആരുടേതാണ്? ആൻസർ സി, റൈറ്റ് മിൽസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ബേബീസ് ബിഫോർ ദ ഏജ് ഓഫ് 1 year പെർ 1000 ലൈവ് ബർത്ത് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് 1000 കുട്ടികൾ ജീവനോടെ ജനിക്കുന്ന ഓരോ 1000 കുട്ടികളിലും 1 വയസ്സിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ അനുപാതത്തെ എന്ത് വിളിക്കുന്നു? ശിശു മരണനിരക്ക് എന്നാണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫാമിലി ഇൻ വിച്ച് മെൻ എക്സസൈസ് അതോറിറ്റി, അതായത് പുരുഷന് അധികാരമുള്ള വീട്, ദാറ്റ് ഈസ് കോൾഡ് ഡാഷ് ഫാമിലി. അങ്ങനെ പുരുഷന് അധികാരമുള്ള കുടുംബങ്ങളെ എന്താണ് വിളിക്കുന്നത്? പിതൃ മേധാവിത്വ കുടുംബം അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഫാമിലി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് മാർജിനലൈസ്ഡ് ട്രൈബൽ ഗ്രൂപ്പ് വിച്ച് എൻഗേജ്ഡ് ഇൻ സോൾട്ട് ട്രേഡ്. ഉപ്പ് വ്യാപാരത്തിൽ ഏർപ്പെട്ട ആദിവാസി വിഭാഗം, അത് ഏത് കാലഘട്ടത്തിൽ? ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൊളോണിയൽ പീരീഡിലെ ഉപ്പ് വ്യാപാരത്തിൽ ഏർപ്പെട്ട ആദിവാസി ഗോത്രവർഗം ബഞ്ചാരാസാണ്. ഇനി അടുത്ത ചോദ്യം, ദ സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മീഷൻ വാസ് ഹെഡഡ് ബൈ ഡാഷ്. അതായത് ഒന്നാമത്തത് നിങ്ങൾക്കറിയാം, കാക്ക കലേക്കർ കമ്മീഷനാണ്. രണ്ടാമത്തെ കമ്മീഷൻ ആരുടെ നേതൃത്വത്തിലായിരുന്നു? അത് BP മണ്ഡലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ബൈ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ ഡാഷ് ഇയർ. അതായത് വിവരാവകാശ ബില്ലിന് രൂപം നൽകിയത് ഏത് വർഷത്തിലാണ്? 2005 ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 എന്നാണ് പറയാറുള്ളത്. ഇനി അഗ്രസീവ് ഷോവിനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റി ഈസ് നോൺ ആസ്. മതപരമായ സത്വത്തെ അടിസ്ഥാനമാക്കി ഒരു ആക്രമണോത്സുകമായ സങ്കുചിതത്തെ, അതായത് മറ്റുള്ളവരെ ആക്രമിക്കണം, തങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ തങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തെ എന്താണ് പറയുന്നത്? വർഗീയത എന്നാണ് പറയുന്നത്, കമ്മ്യൂണലിസം. എട്ടാമത്തെ ചോദ്യം, ദ ടേം സാൻസ്ക്രിറ്റൈസേഷൻ വാസ് കോയിൻഡ് ബൈ. അതായത് സംസ്കൃതവൽക്കരണം എന്ന പദം രൂപപ്പെടുത്തിയത് ആര്? MN ശ്രീനിവാസ്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ട്രൂ ഓർ ഫോൾസ്, ശരിയോ തെറ്റോ എന്ന് പറയുക. ആസ് എ റിസൾട്ട് ഓഫ് ലിബറലൈസേഷൻ മെനി ഇന്ത്യൻ കമ്പനീസ് ഹാവ് ബീൻ ബോട്ട് ഓവർ ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്. അതായത് ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി ധാരാളം ഇന്ത്യൻ കമ്പനികളെ ബഹുരാഷ്ട്ര കമ്പനികൾ വിലക്ക് വാങ്ങി. അത് സത്യമാണ്. അങ്ങനെ ബഹുരാഷ്ട്ര കമ്പനികൾ വിലക്ക് വാങ്ങിയിട്ടാണ് അവിടെ പ്രൈവറ്റൈസേഷൻ എന്നൊരു സംഭവം ഉണ്ടായത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ന്യൂ സിസ്റ്റം ഓഫ് ഓർഗനൈസിങ് വർക്ക് ടു ഇൻക്രീസ് ദ ഔട്ട്പുട്ട്. അതായത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ന്യൂ സിസ്റ്റം, ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ. അപ്പോൾ ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ മുന്നോട്ട് വെച്ച ആ പുതിയ ഒരു വ്യവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ ടെയ്ലറിസം എന്ന് പറയാം, അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത്. ഇനി അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം 3 സെൻറ്റൻസ് എങ്കിലും എഴുതിയിരിക്കണം, 3-4 സെൻറ്റൻസ് എഴുതിയിരിക്കണം. ഇപ്പോൾ ഡിഫൈൻ സിവിൽ സൊസൈറ്റി, പൗരസമൂഹം എന്താണ് എന്ന് നിർവചിക്കുക. അപ്പോൾ സിവിൽ സൊസൈറ്റി ഈസ് എ നോൺ സ്റ്റേറ്റ്, നോൺ മാർക്കറ്റ് പാർട്ട് ഓഫ് പബ്ലിക് ഡൊമെയിൻ wherein individuals come together voluntarily and forms institution
ഓർ ഓർഗനൈസേഷൻ. അതായത് ഒരു രാഷ്ട്രേതര വിപണീതര മേഖലയാണ്. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയും സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ വ്യക്തികൾ എന്താ ചെയ്യുന്നത്? സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും രാഷ്ട്രത്തിനു മേൽ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുന്ന സിവിൽ സൊസൈറ്റിക്ക് ഒരു ഉദാഹരണമാണ് പ്രൈവറ്റ് TV ചാനലുകൾ. ഇപ്പോൾ ഇത്രയും 3 സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ 3 സെൻറ്റൻസ് ആയിട്ടില്ല. സിവിൽ സൊസൈറ്റി ദസ് കൺസിസ്റ്റ് ഓഫ് എ ഹോസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ലുക്ക് ആഫ്റ്റർ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ നോട്ട് ടേക്കൺ അപ്പ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭരണകൂടം ഏറ്റെടുക്കാത്ത പ്രവർത്തനങ്ങൾ, അതായത് ചില ഭരണകൂടത്തിന് വരുന്ന ചില പോരായ്മകൾ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുക, ഇതൊക്കെയാണ് സിവിൽ സൊസൈറ്റി. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സ്വമേധയാ ചേരുന്ന ഒരു ഗ്രൂപ്പാണ് സിവിൽ സൊസൈറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്മ്യൂണിറ്റി? എന്താണ് സമുദായം? സമുദായം എന്നാൽ എന്ത്? സമുദായം എന്ന് പറയുമ്പോൾ വെൻ ഇൻഡിവിജ്വൽ ലിവ് ടുഗെദർ ഇൻ എ കോമൺ ടെറിട്ടറി. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒന്നിച്ച് താമസിക്കുന്നു. ഹാവ് ദ ഫീലിംഗ് ഓഫ് മ്യൂച്വാലിറ്റി, പരസ്പര താല്പര്യത്തോടെ, പരസ്പര സഹകരണത്തോടെ, ആൻഡ് ഡെവലപ്പ് ഓർഗനൈസ്ഡ് ഇൻട്രാക്ഷൻ എമംഗ് ദംസെൽഫ്. അവർ തമ്മിൽ വളരെ ഐക്യത്തോടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫീലിംഗ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെയുള്ള ഒരു സംഘത്തെയാണ് സമൂഹം എന്ന് പറയുന്നത്. അതായത് പൊതുവായ താല്പര്യങ്ങളോടും പ്രവർത്തനങ്ങളോടും ജീവിക്കുന്ന ഒരു വ്യക്തികളുടെ ഒരു സാമൂഹ്യ സംഘമാണ് സമുദായം. അപ്പോൾ അത്രയും പറഞ്ഞാൽ പോരാ, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. വിതിൻ ദ റേഞ്ച് ഓഫ് എ കമ്മ്യൂണിറ്റി the members may carry on their economic, religious, political, educational and other activities. അപ്പോൾ അതായത് സമുദായത്തിൻ്റെ പരിധിക്ക് നിന്നുകൊണ്ട് അവർക്ക് സാമ്പത്തിക, മതപരമായ, വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് നടത്താം. അതുപോലെ തന്നെ അതിന് ഉദാഹരണമായിട്ട് നമുക്കിവിടെ ഗ്രാമം, പട്ടണം, ഗോത്രം, നഗരം, ജില്ല, ഇതിനെയൊക്കെ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അതുപോലെ മതപരമായ ഒരു വിഭാഗത്തെയും നമ്മൾ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി എന്നും പറയുന്നുണ്ട്. ഇനി എന്താണ് അപവ്യവസായവൽക്കരണം? വാട്ട് ഈസ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ? അത് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ഓഫ് സിൽക്ക് ആൻഡ് കോട്ടൺ ബിക്കെയിം ഡിക്ലൈൻ വിത്ത് ദ മാനുഫാക്ചറിങ് ബൂംഡ് ഇൻ ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനിലെ ഉൽപാദനം വർദ്ധിച്ചതോടെ, അതായത് വ്യവസായവൽക്കരണം ശക്തിയാർജിച്ചതോടെ ഇന്ത്യയിലെ വ്യവസായം അധപ്പതിച്ചു. അതായത് അപ്പോൾ ഇന്ത്യൻ സിറ്റീസ് ഓഫ് ബോംബെ, മദ്രാസ്, അവിടെ അത് ബ്രിട്ടീഷുകാർ അവിടെ തുറമുഖങ്ങൾ ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ അവിടെ തുറമുഖ നഗരങ്ങളായി വരികയും ചെയ്തു. ഓൾ സിറ്റീസ് സച്ച് ആസ് സൂററ്റ് ആൻഡ് മസൂലിപട്ടണം ഡിക്ലൈൻഡ്. അതായത് സൂററ്റ്, മസൂലിപട്ടണം ഒക്കെ വലിയ നഗരങ്ങളായിരുന്നു, വ്യവസായ നഗരങ്ങളായിരുന്നു. അത് ക്ഷയിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് മോർ ഇന്ത്യൻ പീപ്പിൾ ടു അഗ്രികൾച്ചർ. അപ്പോൾ ബ്രിട്ടീഷുകാർ വ്യവസായവൽക്കരണം ഇന്ത്യയിൽ അതെങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കിയത്? ഇന്ത്യൻ പീപ്പിളിനെ കൃഷിയിലേക്ക്, അവരുടെ വ്യവസായം ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് പോകുവാൻ കാരണമായി. ആസ് ദേ കുഡ് നോട്ട് കമ്പീറ്റ് വിത്ത് മെക്കനൈസ്ഡ് ഇൻഡസ്ട്രീസ്. അതായത് ബ്രിട്ടീഷുകാരുടെ മെഷീനിൽ നിർമ്മിതമായ വസ്തുക്കളുമായിട്ട് അല്ലെങ്കിൽ തുണിത്തരവുമായി മത്സരിക്കാനാകാതെ ഇന്ത്യൻ വ്യവസായ രംഗത്തുള്ളവർ അവർ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഹൺഡ്രഡ്സ് ഓഫ് വില്ലേജ് ആർട്ടിസൻസ് ഗേവ് അപ്പ് ദെയർ ഹെറിഡിറ്ററി ക്രാഫ്റ്റ് ആൻഡ് ടേൺ ടു അഗ്രികൾച്ചർ. ഇപ്പോൾ ബ്രിട്ടീഷുകാരുള്ള കാലത്താണിത് വന്നത്. പിന്നെ കൊളോണിയൽ പീരീഡ് എന്നും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കണം. അപ്പോൾ അതവർ കൊളോണിയൽ പീരീഡിലെ 100 ഓഫ് വില്ലേജ് ആർട്ടിസൻസ് അവരുടെ കരകൗശല വ്യവസായമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് പോയി ഉപജീവനത്തിന് കൃഷി ആരംഭിച്ചു. ഇതിനെയാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സംസ്കൃതവൽക്കരണം? സംസ്കൃതവൽക്കരണം എന്നുള്ള വാക്ക് ഫസ്റ്റ് കോയിൻ ചെയ്തത് M.N. ശ്രീനിവാസനാണ് ഇൻ 1952 ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് കൾച്ചറൽ മൊബിലിറ്റി ഇൻ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം ഇൻ ഹിസ് സ്റ്റഡി ഓഫ് കൂർഗ് ഇൻ മൈസൂർ. അപ്പോൾ 1952
മൈസൂരിലെ കൂർഗ് വിഭാഗങ്ങൾക്കിടയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ട് MN ശ്രീനിവാസ് നടത്തിയ പഠനത്തിലാണ് ആദ്യമായിട്ട് സംസ്കൃതവൽക്കരണം എന്ന വാക്ക് പ്രയോഗിച്ചത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ലോ കാസ്റ്റ് ടേക്ക് ഓവർ ദ ബിലീഫ്സ്, റിച്വൽസ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് അതർ കൾച്ചറൽ ട്രേറ്റ്സ് ഫ്രം ദോസ് ഓഫ് ദ അപ്പർ കാസ്റ്റ്, എസ്പെഷ്യലി ദ ബ്രാഹ്മിൻസ്. അതായത് താഴ്ന്ന ജാതികൾ ഉയർന്ന ജാതികളുടെ, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ജീവിതശൈലികളും സാംസ്കാരിക സവിശേഷതകളും അനുകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പഞ്ചായത്ത്? വനപഞ്ചായത്ത് അല്ലെങ്കിൽ വനപഞ്ചായത്ത് എന്നാൽ എന്ത്? വനപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോമൺ ഇമ്പോർട്ടൻറ്റ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് എ ഫോറസ്റ്റ് ഗവേൺഡ് ബൈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ എ വേ കമ്പാറ്റബിൾ വിത്ത് സസ്റ്റെയിൻ ഡെവലപ്മെൻറ്റ്. അതായത് നിലനിൽക്കുന്ന പുരോഗതി അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്ന രീതിയിൽ പൊരുത്തപ്പെടുന്ന രീതിയിൽ പ്രാദേശിക സമൂഹങ്ങൾ ഭരിക്കുന്ന വനമാണ് ഇന്ത്യയിലെ പൊതുവായ പ്രധാനപ്പെട്ട വനം. അവർ വനം നശിപ്പിക്കാനായിട്ട് അനുവദിക്കുകയില്ല. അഥവാ വനം മുറിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർ ചെറിയ ചെറിയ ചെടികൾ, മരങ്ങൾ നടും, തൈകൾ നടും. അങ്ങനെ മരം അവർ സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കും. സച്ച് ഫോറസ്റ്റ് ആർ ടിപ്പിക്കലി കോൾഡ് വില്ലേജ് ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളെ വില്ലേജ് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഫോറസ്റ്റ്, റിഫ്ലക്റ്റിംഗ് ദ ഫാക്ട് ദാറ്റ് the administration and resource use of the forest occurs at the village and panchayat levels. അപ്പോൾ ഇത് അത്തരം വനങ്ങളെ സാധാരണയായി ഗ്രാമവനങ്ങൾ അല്ലെങ്കിൽ അത് കാടിൻ്റെ ഭരണവും അതുപോലെ വിഭവ ഉപയോഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണത്. ഇതിൽ ചെറിയ കുഗ്രാമ ഹാംലെറ്റ്സ്, villages and communities of villages may actually administrate such a forest. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള വനപഞ്ചായത്തുകളാണ് ഇങ്ങനെയുള്ള വനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് വനപഞ്ചായത്ത് was set up by women in Uttarakhand in order to stop the problem of deforestation. പർവ്വത പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രശ്നമാണ് വനനശീകരണം. അത് തടയുന്നതിന് ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ വനപഞ്ചായത്തുകൾ സ്ഥാപിച്ചു. അത് സംരക്ഷിക്കാൻ വേണ്ടി, മരം വെട്ടുന്നത് സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ചിപ്കോ പ്രസ്ഥാനം.